പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇടയിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപയുടെ മണിക്കൂറിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. ഈശോനാഥൻ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായി ക്രൂശിന്മേൽ തൂക്കപ്പെട്ട് മരിച്ച സമയം അവിടുന്ന് കാണിച്ച കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. ഈശോനാഥ, അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങളും വേദനകളും എല്ലാം അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ തൻ്റെ കുരിശ് മരണത്തിലൂടെ വെളിപ്പെടുത്തിയ കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ മണിക്കൂറിൽ എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം കരുണ വർഷിച്ചിരിക്കുന്നത് എന്നോർത്ത് നമുക്ക് അങ്ങേക്ക് നന്ദി പറയാം. അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കാരുണ്യവാനായ യേശുനാഥ, അങ്ങ് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങാണ് ഏറ്റവും വലിയവൻ, സ്തുതിക്ക് യോഗ്യൻ, സകലതും സൃഷ്ടിച്ചവൻ. നാം പാപിയാണെന്നറിഞ്ഞിട്ടും നമ്മൾ ബലഹീനരാണെന്നറിഞ്ഞിട്ടും വെറും ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ, എല്ലാ ദിവസവും കുർബാനയിലൂടെ നമ്മുടെ നാവിൽ വന്ന് അലിയുമ്പോൾ അവിടുത്തെ കാരുണ്യമാണ് അങ്ങ് കാണിക്കുന്നത്. നമ്മുടെ ജീവിതം തന്നെ അങ്ങയുടെ കാരുണ്യമാണല്ലോ. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ അറിയിക്കാത്തത് പലതും നൽകിയ നമുക്ക് തന്ന കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ ജനനം മുതൽ ഈ നിമിഷം വരെ അങ്ങ് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കരുണയുടെ അനുഭവങ്ങളും നമുക്ക് ഓർത്ത് അങ്ങേ മഹത്വപ്പെടുത്താം. നമ്മൾ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് വീഴുമ്പോഴും, വഴിതെറ്റി പോകുമ്പോഴും, പാവത്തിൻ്റെ അടിമത്തത്തിൽ അകപ്പെട്ടു പോകുമ്പോഴും, വേദനകളും സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തെ താഴ്ത്തുമ്പോഴും ദൈവം നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്നും നിന്റെ വഴിയിൽ പ്രകാശമായി, നിന്റെ വഴികാട്ടിയായി ഞാൻ എന്നും നിന്റെ കൂടെയുണ്ട്. ആട്ടിടയൻ തൻ്റെ ആടിനെ മേയിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കുന്നത് പോലെ ഇടനായ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണമേ. യു ആർ മൈ ഷെപ്പേർഡ് ലോർഡ്, യു ആർ മൈ ഷെപ്പേർഡ്. എന്നെ നല്ല മേച്ചിൻ പുറത്തോടെ നയിക്കണമേ യേശുനാഥ. ഞങ്ങൾ അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോൾ അങ്ങയുടെ കാരുണ്യം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കാരുണ്യം ചൊരിയണമേ. അങ്ങ് തന്ന കാരുണ്യത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നമുക്കങ്ങേ അവിടത്തേക്ക് പാടി പുകഴ്ത്താം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാത എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാത എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട
മകളെ മകളെ ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയല്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയല്ലേ, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ കൂടെയില്ലേ, ഞാൻ നിന്റെ കൂടെയില്ലേ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 4-5 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ദൈവം നമ്മോട് കാണിച്ച സ്നേഹമാണ് ഈശോ. ദൈവം തൻ്റെ സ്വപുത്രനെ തന്നെ നമ്മുടെ ഇടയിലേക്ക് അയച്ചു. അങ്ങനെ അവൻ വഴി നമ്മൾ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. അതേ സ്നേഹമുള്ളവരെ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ദൈവമാണ് നമ്മുടേത്. അതുകൊണ്ട് അവിടുത്തെ കാരുണ്യത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 51-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ, ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ, അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇക്കൃപയുടെ ഈ മണിക്കൂറിൽ ലൂക്കോയുടെ സുവിശേഷം 6-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വചനങ്ങൾ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഈ വചനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ കരുണയുള്ളവരായിരിക്കണമെന്ന്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. കരുണ ലഭിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ മറ്റുള്ളവരോടും കരുണ കാണിക്കണം. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല,
മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ കഴിയണം. അതിൻ്റെ ഒരു വലിയ അടയാളം തന്നെയാണ് ഈശോ കുരിശുമരണത്തിലൂടെ നമ്മളെ കാണിക്കുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കുരിശിലേറ്റപ്പെട്ട് മരിച്ചു. അവിടുന്ന് മരണം മുഖാമുഖം കണ്ടപ്പോഴും കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ ഈശോനാഥൻ. ഈ കരുണ മണിക്കൂറിൽ നമ്മുടെ വേദനകളും നമ്മുടെ സഹനങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും എല്ലാം ദൈവത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. മാർക്ക് ഹോപ്കിൻസ് എന്ന ഇംഗ്ലീഷ് ബിസിനസ്മാൻ പറഞ്ഞൊരു വാചകമുണ്ട്: അവർ പ്രേയേഴ്സ് ആൻഡ് ഗോഡ്സ് മേഴ്സി ഈസ് ലൈക്ക് ടു ബക്കറ്റ് ഇൻ എ വെൽ വൈൽ വൺ അസെൻസ് ദി അതർ ഡിസെൻസ്. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ കരുണയും കിണറ്റിലെ കയറിൻ്റെ രണ്ടറ്റത്തും കിട്ടിയ ബക്കറ്റ് പോലെയാണ്. ഒന്ന് ഉയരുമ്പോൾ മറ്റൊന്ന് താഴും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും വേദനകളും എല്ലാം അവിടത്തേക്ക് നമുക്ക് ഉയർത്താം. അങ്ങനെ അവിടുത്തെ കാരുണ്യം നമ്മളിലേക്ക് ചൊരിയുമാറാകട്ടെ. കരുണാമയനായ യേശുനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാനായി നമുക്ക് ഒരുങ്ങാം. എല്ലാവർക്കും മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.